ഓ മൈ ഗോഡിന്റെ ഇന്നത്തെ എപ്പിസോഡ് അരങ്ങേറുന്നത് മഞ്ചേരിയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ്. ഒരു പ്രോഗ്രാമിന്റെ പേര് പറഞ്ഞ് ക്യാമ്പസിലെത്തുന്ന ഞങ്ങൾ ഇവിടെ ഒരു കെണി ഒരുക്കുകയാണ്. ഈ കെണിയിൽ ആര് വീഴും? കാത്തിരുന്നു കാണാം. പ്രദീപ് സാറ് നമ്മുടെ ഈ പ്രോഗ്രാം ജിടെക്കിന് എങ്ങനെയുള്ള പുറത്തുള്ള ഇവൻറ്റ്സൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്, മാർക്കറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുന്നത് സാറാണ്. സാറിനെയാണ് നമ്മളിത് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സാറിൻ്റെ കൂടെ സാറിൻ്റെ ടീം മെമ്പേഴ്സ് രണ്ടുപേരും കൂടെ ഉണ്ട്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് സാർ പറഞ്ഞുതരും എന്തൊക്കെ ചെയ്യേണ്ടത്. സാർ സംസാരിച്ചു. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം, നമുക്കിപ്പോൾ ജിടെക്കിൻ്റെ നമുക്കിനിപ്പോൾ ഈ സമ്മർ ഫെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ അറിയപ്പെടുന്നത് IT മാജിക് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്, അറിയാം. അപ്പോൾ ഇതിൽ നമുക്ക് സഹായിക്കാനായിട്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം തന്നെ ഉണ്ട്. അപ്പോൾ അവർ നമുക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരും. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്ന 2 പേര് നിങ്ങൾ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ വരുന്നത് സബിത നായർ എന്ന് പറയുന്ന ആക്ട്രസ്സാണ് വരുന്നത്. അത് നിങ്ങൾ താഴെ പോയിട്ട് അവരെ വെൽക്കം ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള സംഭവം അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ സെൻറ്ററിലേക്ക് ഗസ്റ്റ് ആർട്ടിസ്റ്റ് വരുന്നത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരാൾക്ക് ഒരു ബൗള് തന്നേക്കും. ആ ബൗളിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അതിനകത്ത് കൃത്യമായി നമ്മൾ ഈ ഫില്ല് ചെയ്യുന്ന സാധനങ്ങൾ അതിലേക്ക് ഇടുക. നിങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി നമ്മളെ ടീമുമായിട്ട് വിളിച്ചിട്ട് അവരെ സംസാരിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. പിന്നെ ക്യാമറയിലുള്ള നമുക്കിപ്പോൾ എവിടെയാണ് ലൈറ്റ് വേണ്ടി വരുന്നത്? ഇത് മാറ്റേണ്ടി വരും. കളർ വരണം. ഓക്കെ, സാർ ഒരാളെ കിട്ടുമോ? ഒരു ഇലക്ട്രീഷ്യനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ഞാൻ പുള്ളിയെ വിളിക്കാം. നേരത്തെ ഇവിടെ വന്നു പോയിരുന്നു വേറൊരു ആവശ്യത്തിന്. വന്നു പോയോ? ഞാൻ പുള്ളിയെ ഒന്ന് വിളിക്കാം. ഓക്കെ, വിളിച്ചു. ഇവിടെ താഴെ അടുത്തോടെയും കാണും ചിലപ്പോൾ. ഓക്കെ ഏട്ടാ, ഇവിടെ കുറച്ച് വർക്ക് അർജൻറ്റായിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് വരുമോ? നേരത്തെ നിങ്ങൾ വന്ന് പുതൂര് പോയോ? അവിടുത്തെ എവിടെയെങ്കിലും ഉണ്ടോ? താഴെ ഉണ്ടല്ലോ. ഒന്ന് വരും കേട്ടോ. ഇവിടെ കുറച്ച് ക്യാമറ ടീമിന് എന്തൊക്കെയോ ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കാറ് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങേണ്ട ടൈം ആകുമ്പോഴത്തേക്ക് പറയുമ്പോൾ ആൾ വരുമ്പോഴത്തേക്ക് നമ്മൾ താഴെ പോയി ആരൊക്കെയാണോ ഇൻവൈറ്റ് ചെയ്യുന്നത് അത് കറക്റ്റ് കാര്യങ്ങൾ ആൾ പറഞ്ഞു തരും. അപ്പോൾ അതനുസരിച്ച് ചെയ്യുക. ആൾക്ക് ഒരു നെഗറ്റീവും വരാൻ പാടില്ല. ഈ ബൊക്കയുടെ ആരാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്? രണ്ടുപേരും കൂടെ ചെയ്യുമല്ലോ. ഇവിടെ ഉള്ള സ്റ്റുഡൻസിൻ്റെ തന്നെ കുറച്ച് അവരുടെ ഡീറ്റെയിൽസ് ഇതിലുള്ളത് ഫില്ല് ചെയ്യിപ്പിക്കുക. ഫില്ല് ചെയ്യിപ്പിച്ചിട്ട് അത് നമുക്ക് ആ ബൗളിൽ ടിപ്പ് ചെയ്യാനുള്ളതാണ്. പിന്നെ ബൗളെന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. അത് താഴെ പോകാനോ അല്ലാതെ ഒരു രീതിയിലും മിസ്സിങ് വരാൻ പാടില്ല. അത് അതിൻ്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഇത് ഫില്ല് ചെയ്യുക, അതിൽ ടിപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്തം തൻ്റെതാണ്. പിന്നെ ഈ കുട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ സ്റ്റാഫാണ് നിങ്ങളുടെ കൂടെ. ഇതിൻ്റെ ഇതും പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആളിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ആൾ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അതെടുക്കാം. അതിൽ സ്വിച്ച് ഇട്ടാലേ പവർ വരുള്ളൂ. അതിൽ വരാം. ആ പ്ലഗ് വരാം. അത് ഇതാണ്, ഔട്ടർ ഫാനാണ്. ഹലോ, മാം എവിടെ എത്തി? ഓക്കെ, ശരി. ഓക്കെ, ഒരു 10 മിനിറ്റിനുള്ള ആളെത്തുവേ. അപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ വെയിറ്റ് ചെയ്യട്ടെ. ടൈം ആകുമ്പോഴത്തേക്ക് താഴോട്ട് നിങ്ങൾ രണ്ടുപേരും വരും. നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ. ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടേ ബാക്കിയുള്ള ഇവിടെ കുറച്ച് സ്റ്റുഡൻസിനെയും കൂടി നമുക്ക് വേണമായിരുന്നു. ഒരു 10 പേര് മതിയാവും. ഇവിടുത്തെ 10 മതി. പിന്നെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാർ ഇത് ഹാൻഡ് ഓവർ ചെയ്യാണ്. അപ്പോൾ ഇതിനകത്ത് വേണം അവർ ഫില്ല് ചെയ്തിട്ട് മടക്കിയിടാം. നിങ്ങൾ 4 എണ്ണം മടക്കിയത് ഇതിനകത്ത് ഒരാൾ മടക്കി ഇതാക്കണം കേട്ടോ. ഇതാ മടക്കി മോളിടണേ. ഓക്കെ, ഫില്ല് ചെയ്യാൻ പെന്ന് കൊടുക്കും. പെന്ന് കൊടുക്കും. ഇവിടെ ഉണ്ട്.
ആ ഈ സൈഡിൽ ഇങ്ങനെ ഡാനിയാടേ എന്തൊക്കെ നിറം ഉണ്ട് അവിടെ? എന്തോ നിറം? റെഡാ? ബ്ലൂ ഇല്ല. ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച് ഉണ്ട്, റെഡും ഉണ്ട്. ഇപ്പൊ ഓറഞ്ച് അല്ലേ റെഡ് തരാം. പക്ഷേ ഒരു 10-20 മിനിറ്റ് ചെയ്യണേ. 10 മിനിറ്റ് ഫാസ്റ്റ് ആയിട്ടോ. പെട്ടെന്ന് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അത്യാവശ്യത്തിന് വിളിച്ചു പറഞ്ഞപ്പോ നമ്മളിപ്പോ എന്ത് ഓടാൻ പറ്റുമോ? ഒന്ന് എടുത്തിട്ടു. അനിയ ഇവിടെ ഒരു ഓറഞ്ച് കൊടുക്കാം. ഓറഞ്ച് ഇവിടെ ഇതെങ്ങനെ എനിക്ക് ഇങ്ങനെ തിരിച്ചു വെക്കാൻ പറ്റൂടെ? നേരെ കൊടുക്കാൻ പറ്റൂടെ? ഒരു 2 പേർ ലൈൻ വരിക്കണ്ടേ? അല്ല, നിങ്ങൾ ഈ ആവശ്യ സമയത്ത് വിളിച്ചിട്ട് അവിടെ ലൈൻ വയ്ക്ക് എന്ത് പാടുണ്ടെന്ന് പറയും. എത്ര ജോലി ഉണ്ടെന്ന് പറയും. പെട്ടെന്ന് വിളിച്ചിട്ട് ഇയാള് നേരത്തെ പണിക്ക് ഇവിടെ നമ്മളല്ല പണിയും ചെയ്തത്. എടുത്തോളൂ. ഒരാളെ കൈയാളിന് ജോലിക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കുകയില്ല, അതിന് കാശും തരൂല. ആളാണോ? 4 ലൈറ്റ് വെച്ചു. ഇയാളാണോ വരുന്നത്? നെഞ്ചിനുള്ളിൽ നീയാണ്. ഗസ്റ്റ് എത്താറായി കേട്ടോ. സമയമായി കേട്ടോ. ഇത് ഫ്രെയിമിൽ വരുമോ? മറ്റേ വരൂ. അല്ല അത് വേണം. ബോർഡ് മുകളിൽ വരും. വെക്കണോ മേലെ? വരും. വൃത്തിയിടല്ലേ? എന്തോ അവിടെ നിൽക്കില്ല. അവിടെ നിന്ന് നമ്മളെ വിളിച്ച 10 മിനിറ്റായിട്ട് ബോർഡ് വെക്കണ്ട പക്ഷേ. വേണ്ടെങ്കിൽ വേണ്ട. അവിടെ സ്വിച്ച് ഒന്ന് അവരെ തന്നെ ഞാൻ നോട്ട് ചെയ്തിരുന്നുണ്ട്. അവിടെ നിന്നോടാ, കുഴപ്പമില്ല. എന്താണ്? അതെ, എനിക്ക് അതൊക്കെ സാധാരണ. കറണ്ട് അടിച്ചോ? മോളെ അതിങ്ങനെ പിടിച്ചോണ്ട് നിക്കണേ, അങ്ങനെ പിടിക്കല്ലേ. ഈ പ്ലെയർ പിന്നെ ഞാൻ ഇങ്ങനെ പിടിക്കാൻ പറ്റുമോ? ഇയാളുടെ അല്ല സംസാരിച്ചത്, ഞാൻ ആ കുട്ടിയോടാണ് സംസാരിച്ചത്. പെട്ടെന്ന് ചെയ്യും അങ്ങോട്ട്. രാവിലെ 2 മണിക്ക് പണിക്ക് വിളിച്ചിട്ട് അത് സൗകര്യം അതിനടുത്ത സൗകര്യം. ഹലോ, ഇതാണ് ചെവിയും കേട്ടു. അയ്യോ, നിങ്ങളിവിടെ പഠിക്കുന്നവരാ? നിങ്ങൾ ആ സാറാണോ പോയി ഒരു മുട്ടത്തല്ല ഉണ്ടോ? ഇവരിത് കുറെ നേരമല്ലോ പാട്ടും പാടി കളിച്ചിരിക്കുന്നത്. സാറ് ഭയങ്കര ചൂടാണ്. അങ്ങനെ വിറ്റ് കുഴപ്പമാണ്. നീറച്ചട്ടിരിക്കണമെന്ന് വലിയ കുഴപ്പം. നമ്മൾ കൂലി വിലയിൽ ജീവിക്കുന്നവരാണ്. നമുക്ക് 2 പെണ്ണുങ്ങളും ബാക്കപ്പ് ഇട്ട് വന്നിരിക്കും. ഒരു അഹങ്കാരത്തിന് കൈ കാര്യം വെച്ച പിള്ളേർ ഒരു വീട്ടിൽ ജോലിക്ക് വന്നിട്ട് ഇങ്ങനെ അവർ കാണിക്കാനുള്ളത്. അതുകൊണ്ട് അവൻ കമ്പ്യൂട്ടർ കയറി നോക്കി അവർ ആരാവെന്ന് വിചാരം നീല ഷർട്ടാണ്. അവൻ്റെ നിർത്തവനം കേൾക്കണം. മാഡം ഇപ്പം എത്തുക. അപ്പം ഞങ്ങളിവിടെ അങ്ങോട്ട് ചെല്ലാം. ഒന്ന് ഇങ്ങോട്ട് നീങ്ങുന്നു. അല്ല മോളിവിടെ നിൽക്കേ. നിന്ന് ഇത് നന്നായിട്ട് തന്നെ ഇതാക്കണം കേട്ടോ. ഇങ്ങനെ അങ്ങനെയല്ല, ഇങ്ങനെ നമ്മളിത് പിടിക്കുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ. ഇങ്ങനെ വയറ് ചേർത്തിട്ട് പിടിക്കണം. ഇങ്ങനെ പിടിക്കണം, മനസ്സിലായോ? അവർ വരുവാണ്. അപ്പോൾ ആ ലെവലിൽ വേണം പിടിച്ചുകൊണ്ടിരിക്കില്ല. ഇങ്ങനെ നമ്മൾ ചട്ടി പിടിക്കുന്നതാണ്, പിടിക്കല്ലേ. ഇവിടുന്ന് പോണേ അല്ലേ? ആദ്യം സോറി ഏട്ടാ, കൈ കയറി കറണ്ട് അടിച്ചിട്ട് വീണ്ടും ഇല്ല. കറണ്ട് അടിച്ചോ? അടിച്ചോ? പൊട്ടിക്കാൻ നോക്കിയതോ? കൈനടിച്ചേക്ക് എത്ര വട്ടം അടിച്ച്? ഇതാണ് മനഃപൂർവ്വം ചെയ്യുന്നത്. ഇനി വരൂ. കറണ്ട് അടിച്ചിട്ടാണ് വന്നതെന്നാണ് പറയുന്നത്. കറണ്ട് അടിച്ചോന്നല്ല, എത്ര അടിക്കേണ്ട ആവശ്യമില്ല. കറണ്ട് അടിച്ചിട്ട് ഇത് പൊട്ടിക്കാനാ നോക്കിയത്. എന്തിനാണ്? എന്തോ പ്രശ്നമുണ്ടല്ലേ? സംസാരിക്കാൻ കുടിച്ചണ പോലെ എനിക്ക് തോന്നുന്നു. ആണല്ലേ? കണ്ണൊക്കെ ഉണ്ട്, മനസ്സിലാവും. ഇവിടെ നിൽക്കും. ഞാൻ ഒരു കാര്യം ചോദിച്ചത്, അവർ എന്തിനാണ് എന്നെ വിളിച്ചത്? നിങ്ങൾ
നിങ്ങൾ അടിക്കാൻ മോളെ അങ്ങോട്ട് മാറി നിൽക്കി. ഇത് പൊട്ടിക്കാനല്ലേ വന്നത്? ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് ഷോക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലൂടെ ഇത് നമുക്ക് ക്യാമറയിലും ഇതാവണം. കാര്യം ഇത് തെളിവാണ്. ഇങ്ങോട്ട് മാറിക്കോളൂ. ഇങ്ങോട്ട് മാറിക്കോ. നിൽക്കണോ? ഞാൻ പൊട്ടിക്കൽ കാണിച്ചാ ഞാൻ തൊട്ടേലുള്ളൂ. എങ്ങനെ പിടിച്ചു? ഞാൻ അവിടെ നിന്ന് പ്ലഗ് ചെയ്ത് കറണ്ട് അടിച്ചത് തന്നെ. അത് കൈ അറിയിക്കണം. ആ സാധനം വെച്ചിട്ട് ഇത് അങ്ങോട്ട് പൊട്ടിക്കാൻ തന്നെ എത്ര വട്ടം അടിച്ചു? എന്റെ കൈമലും കട്ടി. എവിടെ ഈ കയ്യിൽ ഇതെന്താണ് സംഭവിച്ചേക്കുന്നത്? അത് എനിക്ക് അറിഞ്ഞൂടാ. കറണ്ട് അടിച്ചാൽ തെറിച്ച് വീഴുന്ന എനിക്ക് ബോധമില്ല. തെറിച്ചോ? തെറിച്ചിട്ട് നിങ്ങൾ പൊട്ടിക്കാനായിട്ട് നോക്കിയത്. തെറിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ അങ്ങോട്ടായിട്ട് വന്നതാണ്. ഞാൻ എന്തിനാ എങ്ങനെ പിടിച്ചത് ഇയാൾ ഇതില്? പിടിച്ചല്ല, ആ സാധനം വെച്ചിട്ട് നമുക്ക് അടിക്കുക. എന്റെ കൈമൊക്കെ അടിച്ച്. ഞാൻ എന്താ ചെയ്താ അവിടെ? എന്താ ചെയ്താ ഞാൻ അവിടെ പണിക്കോന്നാ പിന്നെ കേൾക്കണം നമ്മളെ. ഞാൻ ഇവിടെ ജോലി കറണ്ട് അടിച്ചു. എന്താ സൈലാട്ടി? ഞാൻ അടിച്ചില്ല, അയാൾ വെറുതെ അടിക്കാൻ വന്നത് സാർ. അയ്യോ ഞാൻ പെട്ടെന്ന് പിടിച്ചു വലിച്ചു വാങ്ങിയതാണ്. നിങ്ങളാണോ മനുഷ്യൻ? ഞാനല്ല ഈ സാധനം കുട്ടിയുടെ അടുത്ത് ഇപ്പൊ ഞാൻ കാണിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഇങ്ങനെയാണ് പിടിച്ച് തട്ടിയപ്പോ വിടുന്ന കൈ മാറ്റി കൊച്ചങ്ങ് അറിയും. നിങ്ങൾ പണി ചെയ്താൽ പോരായിരുന്നോ? മോളെ കൈ നീ സാധനം ഇങ്ങനെ വാങ്ങി എന്നുള്ള സത്യം. ഞാൻ ഈ വാങ്ങിയൊന്ന് കാണിച്ച് ഇങ്ങനെ വെച്ചേ ഉള്ളൂ. ഞാൻ അല്ലാതെ ഇടിച്ചു പൊട്ടിച്ചില്ലെന്ന് പറഞ്ഞു പറഞ്ഞ കൊച്ചങ്ങ് തറയിട്ടു. ആരിട്ടു? ഞാൻ എന്ത് കള്ളം പറഞ്ഞേ? ഞാൻ ഞാൻ ചോദിക്കട്ടെ, പിന്നെ സകല എന്ത് സംഭവിച്ചത്? ഞാൻ നീ പിടിച്ചെടുക്കുക. അയാൾ കൊണ്ട ഞാൻ കാണിച്ചുതരാം. ഞാൻ എങ്ങനെ പിടിച്ചെന്ന് കാണിച്ചുതരാന്നുണ്ട്. അയാൾ വാങ്ങിയിട്ട് അയാൾ ഇങ്ങനെ ഇട്ടേക്കാണ്. അതാര് ഈശ്വരം ഇവിടെ എല്ലാം ആയല്ലോ. അത് നമുക്ക് അതിനകത്ത് ചെക്ക് ചെയ്യാം. അത് റെക്കോർഡ് ചെയ്യല്ലോ. റെക്കോർഡ് ചെയ്യണം. ഞാൻ ഇവിടെ നിന്നിട്ട് സാറേ ഈ കുട്ടി ഇച്ചിരി വെച്ചോണ്ട് ഞാൻ പറഞ്ഞു മോളെ കാണിച്ചു തരാം ഞാൻ ഇങ്ങനെ കയ്യിൽ വാങ്ങിയത് കുട്ടി അങ്ങ് വിട്ടു കളഞ്ഞു. ഈ കുട്ടി എടോ നോണ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. മോളെ ഇത് ഇത്ര ഇവിടെ ആരും നിങ്ങൾ കണ്ടില്ലേ? ഇങ്ങനെ വെച്ചിട്ട് വിട്ടോ? സാറേ ഞാൻ കണ്ടില്ലേ? ഞാൻ ഈ കുട്ടിയോട് സംസാരിച്ചോണ്ടിരുന്നു. ഓക്കെ ഞാൻ സംസാരിച്ചു. ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം മോളെ ഇങ്ങനെ പിടിച്ചു. ഞാൻ കൊണ്ടെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ കൊടുത്തില്ല, അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പൊ സാറേ ആ കുട്ടി പറയട്ടെ, പിടിച്ചോണ്ടിരുന്നപ്പോ എന്താ പറ്റി? ഇദ്ദേഹം എന്താ ഷോക്ക് അടിച്ചെന്നാ പറഞ്ഞത്. അത് പ്ലെയർ വെച്ചിട്ട് അത് അടിക്കാണ്. എന്റെ കൈമലും തട്ടി. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റി വെച്ചു. നമ്മളെ കാട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. പക്ഷെ അയാൾ അതും ആ ബൗള് പൊട്ടിക്കാൻ തന്നെ അത് 4-5 അടിയെങ്കിലും അയാൾ നിങ്ങൾ അടിച്ചാ? അല്ല, ആ കള്ളം സത്യമായിട്ട് കള്ളം. ഞാൻ രാവിലെ വന്നപ്പോഴേ നിന്റെ വർക്ക് പച്ചക്കള്ളം നോർമൽ അല്ലേ? ഈ ഇരിക്കുന്ന സാധനം ഞാൻ ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചു. അവരിങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് എപ്പോഴാണെങ്കിലും താൻ കാണിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചേക്ക. ഇയാള് വാങ്ങുന്നു വിചാരിച്ചിട്ട് എന്താടോ എന്തോന്ന് കള്ളം സാറേ ഇത്? ഇതിനെ പഠിപ്പിക്കണം ഇങ്ങനെ കള്ളം പഠിപ്പിക്കണം. ആ കുട്ടി കള്ളം പറയുമെന്ന് എനിക്ക് കള്ളം പച്ച കള്ളം. എനിക്കെന്തൊരു കള്ളം സാറേ? ഞാൻ ഇത് ഇങ്ങനെ ബൗള് വന്നു. കുട്ടിയുടെ കയ്യിൽ ബൗള് വെച്ച് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് സംസാരിക്കണതും ഈ കുട്ടി അങ്ങ് തറയിട്ട്. എന്നിട്ട് ഇപ്പൊ എന്നെ പറയണം. അല്ല നിങ്ങൾ മാറ്റി പിടിച്ചില്ലേ? മാറ്റി പിടിച്ചു. ഇയാള് പോയി എടുത്ത് എറിയുമ്പോഴും ഞാൻ ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി ഇവളെ ഭാഗത്തോട്ട് വെച്ച് ഇങ്ങോട്ട്. പിന്നെന്താ പറ്റി? ഒറ്റയടിക്ക് വലിച്ചിട്ട് ഇങ്ങനെ ഇട്ട് തമ്പുരാൻ നിറയ്ക്കണ കള്ളം പറയണേ. കള്ളത്തരം പറയരുത്. ഞാൻ പറയൂല. കള്ളം പച്ചക്കള്ളം പറഞ്ഞിട്ടില്ല സാറേ. സത്യം കള്ളം പറയുന്ന സാറേ പഠിപ്പിക്കണം. ഇവള് കള്ളം പറയില്ല എനിക്കറിയാം. പച്ചക്കള്ളം സാറേ. ഗസ്റ്റ് വന്നു കേട്ടോ, ഗസ്റ്റ് വന്നു. അയ്യോ ഇവിടെ ഒന്നും ശരിയായില്ലല്ലോ. ജസ്റ്റ് ഒന്ന് വിളിച്ചോണ്ട് പെട്ടെന്ന്. ബൗളെ വീണിട്ട് ഇത് മൊത്തം നമ്മൾ പൊട്ടിച്ചത് സാറേ. ഇതിപ്പോ ഈ കുട്ടിയുടെ കയ്യിൽ സാറേ, ഈ കുട്ടിയുടെ കയ്യിലാണ് ഇരുന്നത് സാർ. ഇവൻ സാറേ ഈ കുട്ടി ഇയാളാണ് പൊട്ടിച്ചത്. എത്ര സമയത്ത് താഴെ വെയിറ്റ് ചെയ്യുന്നറിയാമോ? സാറേ പൊട്ടിച്ചത് ഈ കുട്ടി തറയിട്ടൊക്കെ പൊട്ടിച്ച് ഞാൻ കണ്ടോ. എന്ത് കണ്ടിട്ട് ഇതൊരു വലിയൊരു ഫംഗ്ഷൻ എന്ത് കഷ്ടപ്പെടുന്നറിയാമോ? ഞാനല്ല പൊട്ടിച്ചത്, അയാളാണ് പൊട്ടിച്ചത്. എനിക്ക് എന്റെ മനസ്സിലോട്ട് പറയാൻ സത്യാവസ്ഥ പറഞ്ഞു. ഇനി എന്റെ ദേഷ്യം പിടിപ്പിക്കുന്നത് ഇത് മനഃപൂർവ്വം പൊട്ടിക്കണം എന്ന് കരുതിയിട്ടോണ്ടാണ് ഇങ്ങനെ പൊട്ടിയത്. എന്റെ കയ്യിൽ നിന്ന് ചാടിയതാണ് ഇങ്ങനെ പൊട്ടി. ഞാൻ ഇങ്ങനെ 2-3-4 പ്രാവശ്യം സത്യം പറഞ്ഞ
സാർ ഒരു കാര്യം- ഒരാളെ കൂടെ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് സത്യാവസ്ഥ സത്യം നിങ്ങള് ഫ്രണ്ട്സ് അല്ലേ? അപ്പൊ അതേ പറയൂ. എന്റെ കൂടെ ആരും ഇല്ലല്ലോ, ഞാൻ പാവപ്പെട്ടവൻ, കൂലിവേലക്കാരല്ലേ. സാറേ നീ അങ്ങനെ സംസാരിക്കരുത്. ഞാൻ ചെയ്തില്ലെന്നോ ചെയ്തില്ല. അപ്പൊ ഈ കുട്ടീനാണോ ചെയ്തത്? അപ്പൊ നിങ്ങൾ സമാധാനം പറയണം. കള്ളത്തരം പറയുന്നത് സാർ ഇത്രയും കഷ്ടപ്പെട്ട് ഫംഗ്ഷൻ ഇവിടെ സംഘടിപ്പിച്ചിട്ട് ആ ഫംഗ്ഷനിൽ ഒരു ഗസ്റ്റിനെ കൊണ്ടുവരുമ്പോൾ ആ ഗസ്റ്റിനെ കൊണ്ടുവരുന്ന തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ ഇങ്ങനെ മോശമായിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾ തന്നെയല്ലേ ഇത് കാണിക്കുന്നത്? എന്ത് മോശമാണ്. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഇയാൾ പുറത്തുള്ള ആളാണ്, സാർ വിളിച്ചു വന്നതാണ്. അതെ. ഇപ്പം ഇയാൾ ചെയ്തതാണെങ്കിൽ പോലും നെഗറ്റീവ് നിങ്ങളുടെ വരുള്ളൂ. സാറ് കണ്ടില്ല എന്ന് പറഞ്ഞു. ക്യാമറയൊക്കെ ചെക്ക് ചെയ്ത് യവനെ നല്ല പിള്ളയാക്കി മാറ്റുമ്പോഴത്തെ സമയം എത്ര പോകും? ഗസ്റ്റ് വന്ന് താഴെ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ എന്ത് സമാധാനം പറയണം? നമുക്കൊരു ബ്ലാക്ക് മാർക്ക് വീണേക്കല്ലേ, നിങ്ങൾ അതൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാനെന്ത് സമാധാനം പറയണം? അത് സാർ ഒന്ന് സംസാരിക്കും. ഞാൻ സംസാരിച്ചാൽ ഈ കുട്ടിയോട് വളരെ ഇതായിട്ട് എനിക്ക് സംസാരിക്കേണ്ടി വരും. സാർ ഒരു സമാധാനം പറയണം. താഴെ വന്ന് ഗസ്റ്റ് വെയിറ്റ് ചെയ്യുന്നു, എന്ത് സമാധാനം പറയണം? ഗസ്റ്റിനെ പറഞ്ഞു വിടട്ടോ സാറേ. അല്ല ഗസ്റ്റിനെ ഗസ്റ്റിനെ പറയാൻ പറ്റില്ല. ഞങ്ങളിത് പെട്ടെന്ന് ക്ലീൻ നിങ്ങളിത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. സത്യം പറഞ്ഞാല് ഞാനൊരു കോൾ വന്നപ്പോഴേക്കും അങ്ങോട്ട് പോയതാ, ഞാനിത് കണ്ടില്ല. രണ്ടുപേരും മാക്സിമം പ്രൊട്ടക്ട് അയാളത് വാങ്ങാൻ വേണ്ടി ചോദിക്കുമ്പോൾ ഞാനൊരു കോൾ വന്ന് അങ്ങോട്ട് ഒരു കാര്യം സത്യം പറ. ഒരു കാര്യം സൗകര്യം പറ. കള്ളത്തരം ഇതേപോലെ കള്ളത്തരം എന്റെ ഡ്യൂട്ടിയാണ് ഈ കണ്ട് റെഡിയാക്കി. ഞാൻ അത് റെഡി ആയിക്കൊണ്ടിരുന്നതല്ലേ. ഇതാണോ നിന്റെ കറണ്ട് റെഡിയാക്കല്? മാത്രല്ല ചെയ്തോണ്ട് നിൽക്കുന്നത്. ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ വരെ ഇറിറ്റേഷൻ ചെയ്തോണ്ടിരിക്കുകയാണ്. പൊന്നെ സാറേ, ഞാൻ ഈ കുട്ടികൾ എന്ത് സംസാരിക്കുന്നുള്ളൂ ഞാൻ കേട്ടു. ആര് പറയുന്നത് വിശ്വസിക്കൂ? ഇതിപ്പം ക്യാമറ ചെക്ക് കുട്ടിക്ക് ഇത് കരച്ചിൽ വരുന്ന കുട്ടിക്ക് എത്ര വിഷമായി പോയി. കള്ളം ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ഇതൊക്കെ തന്നെ ആൾക്കാർ. ഞാൻ വെറുതെ കരയൂല. കള്ളം പറയുന്ന കുട്ടികൾ കരയും. ഞാൻ ചെയ്യാത്തോണ്ടാണ് ഞാൻ ഇത്ര നിൽക്കുന്നത്. അറിയാം. നീ നേരത്തെ കരഞ്ഞല്ലോ. ആ കുട്ടിയുടെ കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ. അയ്യോ അയ്യോ, ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കല്ലേ. കള്ളത്തരം നോക്ക് മുഖത്തുണ്ട്. ഇത് സത്യം പറഞ്ഞുണ്ടല്ലോ, നിങ്ങൾ കരയേണ്ട കാര്യമില്ല. ഇതിന് എന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇദ്ദേഹം ചെയ്തില്ല എന്നുള്ള ഉറപ്പാണല്ലോ. കരയാതെ പറയാ. ഞാൻ ചെയ്തിട്ടില്ല. സഹിക്കുന്നില്ല. ചെയ്യാത്ത കാര്യം തെറ്റാണെന്ന് കാണിക്കുന്നത് ഇഷ്ടമില്ലാത്ത സ്വഭാവം. ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല. ഇങ്ങോട്ട് പോരെ. മെല്ലെ മെല്ലെ ഇത് തീരുമാനാക്കാം. നമുക്ക് സകല കരയണ്ട, ഇത് തീരുമാനാക്കാം. കുട്ടി കരയുന്നു. കുട്ടി കരയുന്ന കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. ആ കുട്ടി കരയുന്നു എന്നുണ്ടെങ്കിൽ അതിലൊരു സത്യം ഉണ്ട്. ഇല്ലേ സാറേ? ഉറപ്പായിട്ടുണ്ട്. തെറ്റ് ചെയ്യില്ല. അവള് ഇന്നലെയും കാണാൻ തുടങ്ങിയല്ല ഞാൻ. എനിക്ക് ഇവനെയാണ് സംശയം. ഈ കള്ളം ചെയ്തോടെ കരയുന്നത്. ഞങ്ങൾ അത്രയും അവര് പറഞ്ഞ സംഭവം ഞങ്ങൾ എങ്ങനെ പൊട്ടിക്കുക? എനിക്ക് തന്നൊരു വർക്കാണത്, ഇത് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത്. അതെങ്ങനെ ഞാൻ പൊട്ടിക്കുക? സാറേ ഞാൻ ചെയ്തിട്ടില്ല. എനിക്കെന്തിന് ഇത് പൊട്ടിച്ചിട്ട് എനിക്കെന്ത് നേടാൻ? ഞാൻ ഈ ദേവി ഇത് കണ്ടടിച്ച് വിടുന്നു, എന്നിട്ട് കള്ളം പറഞ്ഞു നോക്കി ഞാൻ പൊട്ടിച്ചെന്നു. കള്ളം പറഞ്ഞ സ്വഭാവം മാറും. ഞാൻ വീണ്ടും കുരുവല ജീവിക്കണവനാണ് ഞാൻ. ഇതുപോലെ പറഞ്ഞ ഞാൻ സത്യമേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യം പറഞ്ഞു. ദേഷ്യം വരുന്നു. സത്യം പറഞ്ഞ ആ കുട്ടി എന്നെ ഞാൻ കണ്ട എന്റെ കണ്ണോണ്ട് കണ്ടല്ല പൊട്ടിക്കണത്. കണ്ണോണ്ട് കണ്ടു. കള്ളം പറയുന്നത് എന്റെ ദേഹത്ത് സാർ തൊടല്ലേ. ഞാൻ കള്ളത്തരം ഒരു കുട്ടിയിൽ ഈ പെൺകുട്ടിയുടെ ഈ കള്ളത്തരം കേട്ടോണ്ട് സാർ എന്നെ ഉപദ്രവിക്കാൻ തോന്നാ. പെൺകുട്ടികൾ ഇങ്ങനെ ആവാൻ പാട്ടോ. ശരി. അപ്പൊ ഇയാളെ കുറ്റമല്ല, എന്റെ കുറ്റമല്ല. മോള് ചെയ്തിട്ടില്ല. ഇല്ല സത്യം ചെയ്തിട്ടില്ല. എനിക്ക് തന്നൊരു വർക്കാണ്. ഞാൻ അങ്ങനെ ചെയ്യൂല. കഴിയൂല അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് ചെയ്യിച്ചത് ഓമൈ ഗോഡാണ്. അതായത് കൗമുദി ടിവിയുടെ ഓമൈ ഗോഡ് എന്ന് പറഞ്ഞ പരിപാടിയായിരുന്നത്. ഫാത്തിമയ്ക്ക് കൗമുദി ടിവിയുടെ സമ്മാനങ്ങൾ വരുന്നുണ്ട്. ജി ടെക് മഞ്ചേരി നൽകുന്ന ട്രോഫിയും അതുപോലെ അതിൻ്റെ ഒരു ഗിഫ്റ്റ്. പിന്നെ നമ്മുടെ കൗമുദി ടിവിയുടെ ക്യാഷ് പ്രൈസാണ് അടുത്തായിട്ട് കൊടുക്കുന്നത്. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങൽ നൽകുന്ന സമ്മാനം. ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം.